ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തീർച്ചയായിട്ടും സഹകരിക്കും. അതിനെന്താ, ഈ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഇത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനല്ലേ? ആ അതെന്ന് കൂട്ടിക്കോ. അതിന് നിനക്കെന്താ? അയാള് മീഡിയയൊക്കെ വിളിച്ചിട്ടുണ്ട് അയാളുടെ ഓഫീസിലേക്ക്. അല്ല, എന്താ ഉദ്ദേശം? സ്വാഭാവികമല്ലേ, ന്യൂസ് ഇപ്പൊ പോകുന്ന വേഗത കണ്ട് അയാൾ ഇപ്പൊ പരിഭ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊരു വിശദീകരണമാവാമെന്ന് തോന്നിച്ചിട്ടുണ്ടാവും. പിന്നെ ഉപദേശത്തിന് സ്വാമിയും അയാളുടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇങ്ങനൊരു പത്രസമ്മേളനം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കാനുണ്ടോ? സത്യത്തിൽ ഈ മീഡിയാസിനെ വിളിച്ചു കൂട്ടുന്നത് ഈ പറയുന്നൊന്നും വാസ്തവമല്ല, JR-ഉം കമ്പനിയും ജെന്യൂനാണെന്ന് പറയാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഇന്ന് അയാളുടെ ഓഫീസിലേക്ക് പോകുന്നവരെ നല്ല ഉശിരം പിള്ളേരാ. എനിക്ക് അടുത്തറിയാവുന്നവരാ. JR-ന്റെ തയ്യാറെടുപ്പുകളെക്കാൾ കൂടുതൽ ഗംഭീരമാണ് അവരുടെ തയ്യാറെടുപ്പുകൾ. കാര്യങ്ങൾ ഇനി അവർ നോക്കിക്കോളും. ഈ പത്രസമ്മേളനം JR-നെ തിരിഞ്ഞു കടിക്കാനാണ് സാധ്യത. അല്ല, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നമുക്ക് എന്താ പ്രശ്നം? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വിത്തുകൾ നമ്മൾ ആകാശത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് മുളച്ചോട്ടെ, വളർന്നോട്ടെ. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിള്ളേരിപ്പോ അയാളെ കുരുക്കുന്ന ചോദ്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും. ചോദ്യത്തിന് JR മറുപടി പറഞ്ഞില്ല. റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ വല്ലതും JR-ന്റെ കയ്യിലുണ്ടോ ഇത്ര പെട്ടെന്ന് സമ്പന്നനാവാൻ? സത്യത്തില് വാർത്തയിൽ അങ്ങനെ ഒരു പരാമർശം കേട്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. അല്ലാതെ പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയാത്തവര് പുകഴ്ത്തി പറയുമ്പോ നമുക്ക് അത്ഭുതമാണ് ഉണ്ടാവുക, അല്ലേ അച്ഛാ? പിന്നെ പെട്ടെന്നൊരാള് കൊള്ളാവുന്നൊരു സാമ്പത്തികത്തിലേക്ക് വന്ന ഈ അത്ഭുത വിളക്കിന്റെ കഥ അതിന്റെ കൂടെ ഉള്ളതാണല്ലോ. ഞാനത് കാര്യമാക്കുന്നില്ല. സാർ, താങ്കളത് കാര്യമാക്കുന്നില്ലായിരിക്കാം. പക്ഷെ അതിലൊരു ചോദ്യമുണ്ട്. JR എങ്ങനെയാണ് സമ്പന്നനായത്? നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? ജയിലിൽ ജോലിയെടുത്തതിന്റെ സമ്പാദ്യമല്ലല്ലോ ഇതൊന്നും. പെട്ടെന്നൊരു ദിവസം സമ്പന്നനാവാൻ കഴിയുമെങ്കിൽ ആ ട്രിക്ക് ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരണം സാർ. എന്താ സുഹൃത്തെ തന്റെ പേര്? അരുൺ. അരുൺ. അരുണെ, ഈ പണം ഉണ്ടാക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല. പിന്നെ JR എന്ന കമ്പനിയുടെ സമ്പത്തിന്റെ കാര്യമാണെങ്കിൽ ഇതെന്റേത് മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. തൽക്കാലം അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു പത്രസമ്മേളനത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടായാൽ JR സഹകരിക്കുമോ? തീർച്ചയായിട്ടും സഹകരിക്കും. അതിനെന്താ, ഈ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഇത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനല്ലേ? ആ അതെന്ന് കൂട്ടിക്കോ. അതിന് നിനക്കെന്താ? നീയൊന്നും മിണ്ടാതിരിക്കേണ്ട ജീവ. കുറെ നേരായി ഓരോരോ ചോദ്യങ്ങൾ തുടങ്ങിയിട്ട്. ഒരു ക്യാമറയോ മൈക്കോ കൈ കിട്ടിയ ആരുടെ സ്വാതന്ത്ര്യത്തിലേക്കും ഇടിച്ചു കയറാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, നിങ്ങൾ എല്ലാവരും എന്തിനാ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്?
അല്ല, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പ്രചരണമാണ്. അത് മാത്രമാണ് കാരണം. അല്ല, നിങ്ങൾക്കിപ്പോ ആരുടെ രക്തമാണ് വേണ്ടത്? എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മകനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റോ JR-ന്റെ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന്? അത് നിങ്ങളോട് ബോധിപ്പിച്ചിട്ട് എന്താ കാര്യം? അച്ഛാ, ഞാൻ സംസാരിച്ചോളാം. വേണ്ട ജീവ, ചോദ്യമൊക്കെ എന്നോടല്ലേ ചോദിച്ച്, ഞാൻ സംസാരിച്ചോളാം. അല്ല, നിങ്ങളൊക്കെ ആരാ? ഈ സമൂഹത്തിലെ ജഡ്ജിമാരോ? നിങ്ങൾ ഒരാളെ വിധിക്കാൻ തീരുമാനിക്കുന്നു, അയാളെ കുറിച്ച് നിരന്തരം വാർത്തകൾ കൊടുത്ത് അയാളെ അപമാനിക്കുന്നു. അതല്ലേ സാധാരണയായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? JR എന്ന കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ദിവസം, അവരുടെ ബിസിനസ്സിൽ പണം ഇറക്കിയ ദിവസം, കർഷകർ അവരിൽ നിന്നും പണം വാങ്ങിയ ദിവസം, ആ ദിവസങ്ങളൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. എന്നിട്ടിപ്പോ ആസ്തിയുടെ കണക്ക് സോഴ്സൊക്കെ ചോദിച്ചു വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. JR-ന്റെ സമ്പത്തിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് വേണ്ട. ഈ സംസ്ഥാനത്ത് പോലീസ് ഉണ്ടല്ലോ, അവർക്ക് പറ്റുമോ? രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് സാധിക്കോ? ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. നേരിടാനേ ഞങ്ങൾ തയ്യാറാ. സർ, സാറിന്റെ അച്ഛന്റെ ഈ തീരുമാനത്തിനോട് സാർ യോജിക്കുന്നുണ്ടോ? അത് അവൻ യോജിച്ച് തന്നെ നിൽക്കുന്നത്. ആൻഡ് നോ മോർ ക്വസ്റ്റ്യൻസ്. സർ, ഒരു ചോദ്യം കൂടെ. പറഞ്ഞില്ലേ, നോ മോർ ക്വസ്റ്റ്യൻസ്. ഈ മീഡിയ സെഷൻ ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ചോദ്യങ്ങൾ വേണ്ട. JR-ന്റെ കൈകൾ ശുദ്ധമാണ്. അന്വേഷിക്കാൻ ആർക്കും വരാം, എത്ര വലിയ ഏജൻസിക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. യു ക്യാൻ ലീവ്. ഇവിടുന്ന് എല്ലാവർക്കും പോവാം, പ്ലീസ്. പ്ലീസ് ലീവ്, പ്ലീസ്, പ്ലീസ്. അഞ്ജന, അതെന്താ അയാളുടെ അച്ഛൻ അങ്ങനെ ബിഹേവ് ചെയ്തേ? അയാൾ അതൊട്ടും പ്രതീക്ഷില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കൊരു ഉഗ്രം മെറ്റീരിയൽ കിട്ടിയില്ലേ? തൽക്കാലം അത് നോക്കിയാൽ മതി. വാ പോവാം. സർ, അവരെ പ്രവോക്ക് ചെയ്യണ്ടായിരുന്നു സർ. JR തഞ്ചത്തിൽ സംസാരിച്ച് വരികയായിരുന്നു. എത്ര നേരം കേട്ടു നിൽക്കാൻ പറ്റും സ്വാമി?